ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഇടുക്കി ചിത്തിരപുരത്ത് മണ്ണെടുക്കുന്നതിനിടെ മൺതിട്ട ഇടിഞ്ഞ് കുടുങ്ങിയ രണ്ടുപേരും മരിച്ചിരിക്കുന്നു. റിസോർട്ടിന് സംരക്ഷണ ഭിത്തി കെട്ടുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. ആൽവിൻ നമുക്കൊപ്പമുണ്ട്. ആൽവിൻ, ആ രണ്ട് ജീവനും രക്ഷിക്കാനായില്ല അല്ലേ? ഇതിൽ അടിമാലിയിലെ മൂന്നാർ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രാദേശികമായി അവിടെ നിർമ്മാണത്തിലുണ്ടായിരുന്ന JCB ഒക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് ഇവരെ പുറത്തെടുക്കാനുള്ള ശ്രമം നടന്നുവെങ്കിലും ഏതാണ്ട് 3:30 മണിക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത്. രണ്ടുപേരുടെ മരണം ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒന്ന് ആനച്ചാൽ ശംഖുപടി സ്വദേശിയാണ്, മറ്റൊരാൾ ബൈസൺ വാലി സ്വദേശിയാണ്. ഈ രണ്ടുപേരാണ് ഈ നിർമ്മാണ തൊഴിലാളികളായി ഇവിടെ ഉണ്ടായിരുന്നത്. ചിത്തിരപുരത്തിന് സമീപത്തുള്ള ഒരു റിസോർട്ടിന്റെ റീറ്റെയിനിങ് വോൾ നിർമ്മിക്കുന്നതിനിടെ മണ്ണെടുക്കുന്നതിനിടെയാണ് ഈ മണ്ണിടിഞ്ഞ് ഇവരുടെ ദേഹത്തേക്ക് വീഴുന്നത്. ഇവർ മണ്ണിനടിയിലായിരുന്നു. വലിയ തോതിൽ മണ്ണ് ഇടിഞ്ഞു വീഴുന്നിരുന്നു. ഉടൻ തന്നെ പ്രദേശത്തുണ്ടായിരുന്ന JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വെച്ച് ആ മണ്ണ് മാറ്റുന്ന വേണ്ട നടപടികൾ സ്വീകരിച്ചിരുന്നു. എങ്കിൽ പോലും ഏതാണ്ട് 3/4 മണിക്കൂറിന് ശേഷം ഏതാണ്ട് 1 മണിക്കൂറോളം ഇവർ മണ്ണിനടിയിൽ അകപ്പെട്ട അവസ്ഥയായിരുന്നു. അല്പം മുമ്പാണ് രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ പുറത്തെടുത്തിട്ടുള്ളത്. വലിയ അളവിൽ മൺകൂമ്പാരം ഇടിഞ്ഞ് വീണിരുന്നു അവരുടെ ദേഹത്തേക്ക്. ഇത് ആ പ്രദേശത്തുള്ള ഒരു റിസോർട്ട്, ആനച്ചാലിന് സമീപത്തുള്ള ചിത്തിരപുരത്ത് ഒരു റിസോർട്ടിന്റെ റീറ്റേണിംഗ് വോൾ സംരക്ഷണ ഭിത്തി ഒരുക്കുന്നതിനിടെയാണ് ഈ മുകളിൽ നിന്നുള്ള മണ്ണ് ഇടിഞ്ഞ് വലിയ തോതിൽ വീണത്. അല്പം മുമ്പ് അടിമാലിയിൽ നിന്നും അതോടൊപ്പം തന്നെ മൂന്നാറിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തി. അപ്പോഴേക്കും ഈ JCB ഉപയോഗിച്ചുള്ള തെരച്ചിലിനിടയിൽ ഇവരുടെ മൃതദേഹങ്ങൾ പുറത്തെടുക്കുകയായിരുന്നു. ഒരാളുടെ തല വേർപെട്ടൊരു അവസ്ഥയിലുമാണ് കണ്ടെത്തിയത് എന്നുള്ള നിലയിലാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരാളുടെ മൃതദേഹം തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. എത്രയും വേഗം മൃതദേഹങ്ങൾ താലൂക്ക് ആശുപത്രി, അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ട നടപടികളാണ് ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ സ്വീകരിച്ചു വരുന്നത്. ശരി, ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. ആൽവിൻ, ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ അവിടേക്ക് മാറ്റാനുള്ള ശ്രമമാണ്. എത്ര വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്? ഈ മണ്ണിടിച്ചിലിൻ്റെ ഒരു ഫസ്റ്റ് വിഷ്വൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് എവിടെയാണ്? ഇതൊരു റിസോർട്ട് നിർമ്മാണത്തിൻ്റെ റീറ്റെയിനിങ് വാളിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ നേരത്തെ ഗതാഗത തടസ്സം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആൽവിൻ പറഞ്ഞിരുന്നു. ഇത് റോഡിൽ നിന്ന് ഒരുപാട് വിട്ടിട്ടാണോ? ആ ഭൂപ്രകൃതി എന്താണ്? മൂന്നാറിലേക്ക്, ആനച്ചാൽ വഴി മൂന്നാറിലേക്ക് പോകുന്ന വഴിയാണ് ഈ വഴി എന്ന് പറയുന്നത്. ആനച്ചാലിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്നതിനിടെയാണ് ഈ ചിത്തിരപുരം എന്ന സ്ഥലമുള്ളത്. അവിടെ നിരവധി റിസോർട്ടുകൾ ഉള്ള സ്ഥലമാണ്. ഇവിടെ ആ പ്രദേശത്തൊക്കെയും ഈ ഉയർച്ചയിലുള്ള സ്ഥലങ്ങളിലാണ് മിക്കവാറും ഈ ഭൂപ്രകൃതിയിൽ അനുസരിച്ച് പറയുകയാണെങ്കിൽ അവിടെയൊക്കെ വലിയ ഉയർന്ന പ്രദേശങ്ങളാണ്. അവിടെയാണ് പല റിസോർട്ടുകളും ഉള്ളത്. അതിന്റെ റിസോർട്ടിന്റെ ഒരു വശത്തെ മണ്ണിടിഞ്ഞ് പോകാതിരിക്കുന്നതിന് വേണ്ടി സംരക്ഷണ ഭിത്തി കെട്ടിയൊരുക്കുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതൊരു ചെറിയ വഴിയാണ് ആ പ്രദേശത്ത് എന്ന് പറയുന്നത്. നിരവധി വളവുകളും ചെരിവുകളും ഉയർച്ചയുമുള്ള ഒരു വഴിയാണ്. ആ വഴിയിൽ കൂടുതൽ വാഹനങ്ങൾ വന്ന് ബ്ലോക്ക് ആകാതിരിക്കുന്നതിന് വേണ്ടിയാണ് അവർ നടപടികൾ സ്വീകരിച്ചത്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത് ഇവരെ ഒരു പക്ഷേ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിച്ചുവെങ്കിൽ പെട്ടെന്ന് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട നടപടികൾക്ക് വേണ്ടിയാണ് നേരത്തെ അവിടെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് വാഹനങ്ങൾ തിരിച്ചുവിടുകയൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ പക്ഷേ രണ്ടുപേരുടെയും മൃതദേഹം ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ പറയാൻ കഴിയുക. അടിമാലിയിൽ നിന്നും മൂന്നാറിൽ നിന്നും ഫയർഫോഴ്സ് സംഘം അവിടേക്ക് എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ആ പ്രദേശത്ത് ഈ നിർമ്മാണത്തിലുണ്ടായിരുന്ന JCB അടക്കം ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തുവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ രണ്ടുപേരുടെയും മൃതദേഹം ലഭിച്ചിട്ടുള്ളത്. ഒന്ന് ആനച്ചാൽ ശംഖുപടി സ്വദേശിയാണ്, മറ്റൊരാൾ ബൈസൺ വാലി സ്വദേശി. ഇരുവരും ഈ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നവരാണ്. ഈ പ്രദേശം എന്ന് പറയുന്നത് വലിയ ഉയർച്ചയുള്ള പ്രദേശം. അതുകൊണ്ട് അവിടെ മഴ പെയ്തിരുന്നതായും നമുക്കറിയാൻ കഴിയുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ പെട്ടെന്ന് മണ്ണിടിയാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ മഴയൂടെ പെയ്തത് കൊണ്ടാകാം ഒരു പക്ഷേ ഇതിന്റെ പിടുത്തം വിട്ട് മണ്ണ് താഴേക്ക് പതിക്കുന്ന അവസ്ഥ ഉണ്ടായത്. ഈ നിർമ്മാണം നടക്കുന്ന പ്രദേശം കൂടിയാണ്. അപ്പോൾ അതും ഒരു കാരണമാകാം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പോലീസും ഫയർഫോഴ്സും ഒക്കെ അവിടെ സ്ഥലത്തുണ്ട്. എത്രയും വേഗം ഇരുവരുടെയും മൃതദേഹം ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയാണ്. ശരി, ആൽവിനാണ് വിവരങ്ങൾ നൽകിയത്. ദാരുണമായ അന്ത്യമാണ് 2 പേർക്ക് ഉണ്ടായിട്ടുള്ളത് ഇടുക്കിയിൽ.